സിദ്ധാപൂരിലെ ശാന്തമായ ഗ്രാമത്തിലെ ബോധിവൃക്ഷത്തിൻ്റെ വിശാലമായ മേലാപ്പിന് കീഴെ ഗുരു അദ്ദീഖ് എന്ന സെൻ ഗുരു തൻ്റെ യുവശിഷ്യയായ നയനയ്ക്കായി കാലാതീതമായ ജ്ഞാനത്തിൻ്റെ ഒരു കഥ നെയ്യാൻ തുടങ്ങി. ഗുരു അദ്ദീഖ് ആത്മരക്ഷയുടെയും വ്യക്തിപരതയുടെയും രഹസ്യങ്ങൾ അനാവരണം ചെയ്യുന്ന ഒരു ആഖ്യാനത്തിലേക്ക് കടക്കുമ്പോൾ അന്തരീക്ഷം പ്രതീക്ഷകളാൽ നിറഞ്ഞു. ശ്രദ്ധിക്കൂ നയന, ഗുരു അദ്ദീഖ് പറഞ്ഞു. നിങ്ങളുടെ ഉള്ളിൽ 5 വിശുദ്ധ ഘടകങ്ങളുണ്ട്. നിങ്ങൾ ഒരിക്കലും ആർക്കു വേണ്ടിയും അവ ത്യജിക്കരുത്. അവ നിങ്ങളുടെ അസ്തിത്വത്തിൻ്റെ സത്തയാണ്. നിങ്ങളെ നിങ്ങളായി അതുല്യനാക്കുന്ന നിധികളാണ്. 1. വ്യക്തിത്വം. സിദ്ധാപൂരിൻ്റെ ഹൃദയഭാഗത്ത് കവി ജീവിച്ചിരുന്നു. തൻ്റെ വ്യക്തിത്വത്തെ അചഞ്ചലമായ ആത്മവിശ്വാസത്തോടെ സ്വീകരിച്ച ഒരു ചൈതന്യമുള്ള യുവാവ്. ഗുരു അദ്ദീഖ് കവിയുടെ യാത്ര വിവരിച്ചു. മറ്റുള്ളവരുടെ പ്രതീക്ഷകൾക്കായി ഒരാളുടെ അതുല്യമായ സത്ത ഒരിക്കലും ത്യജിക്കാതിരിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഊന്നിപ്പറഞ്ഞു. തൻ്റെ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കുന്നത് തൻ്റെ യഥാർത്ഥ കഴിവുകൾ തുറക്കുന്നതിനുള്ള താക്കോലാണെന്ന് നയന മനസ്സിലാക്കി. 2. സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും. സിദ്ധാപൂരിൻ്റെ അന്തരീക്ഷം യുവത്വത്തിൻ്റെ സ്വപ്നങ്ങളാൽ നിറഞ്ഞിരുന്നു. നിറങ്ങളിലും ക്യാൻവാസുകളിലും അഭിനിവേശമുള്ള കലാകാരിയായ ലീലയെക്കുറിച്ച് ഗുരു അദ്ദീഖ് സംസാരിച്ചു. സ്വന്തം സ്വപ്നങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ത്യജിക്കുന്നത് ജീവിതത്തിൻ്റെ ചടുലമായ നിറങ്ങൾ മങ്ങിക്കുമെന്ന് നയന കണ്ടെത്തി. അവളുടെ ആഗ്രഹങ്ങൾ അർപ്പണബോധത്തോടെ പിന്തുടരാൻ മാസ്റ്റർ അവളെ പ്രേരിപ്പിച്ചു. കാരണം സ്വപ്നങ്ങളാണ് ഒരാളുടെ യാത്രയെ നയിക്കുന്ന കോമ്പസ്. 3. സ്വയം ആദരവ്. ഗ്രാമത്തിരക്കുകൾക്കിടയിലും അചഞ്ചലമായ ആത്മാഭിമാനത്തോടെ തലയുയർത്തി നിൽക്കുന്ന അർജുൻ എന്ന യുവാവുണ്ടായിരുന്നു. ആരുടെയെങ്കിലും ആത്മാഭിമാനത്തിൽ വിട്ടുവീഴ്ച ചെയ്യുന്നത് ആത്മാവിനോടുള്ള വഞ്ചനയാണെന്ന് ഊന്നിപ്പറഞ്ഞുകൊണ്ട് ഗുരു അദ്ദീഖ് അർജുൻ്റെ കഥ പങ്കുവച്ചു. എല്ലാ സാഹചര്യങ്ങളിലും മാന്യത കാത്തു സൂക്ഷിക്കുന്നത് വിലപ്പോവില്ലെന്ന് നയന മനസ്സിലാക്കി. 4. മനഃശാന്തി. സിദ്ധാപൂരിൻ്റെ ശാന്തത തൻ്റെ ചിന്തകളുടെ നിശ്ചലതയിൽ ആശ്വാസം കണ്ടെത്തിയ റിയ എന്ന യൗവനത്തിനുള്ളിലെ ശാന്തതയെ പ്രതിഫലിപ്പിച്ചു. റിയയുടെ കഥയിലൂടെ നയനയെ ഗുരു അദ്ദീഖ് നയിച്ചു. ബാഹ്യമായ അരാജകത്വത്തിന് ഒരിക്കലും ആന്തരിക സമാധാനം ത്യജിക്കരുത് എന്നതിൻ്റെ പ്രാധാന്യം എടുത്തു കാണിച്ചു. സമാധാനപൂർണമായ മനസ്സ് യോജിപ്പുള്ള ജീവിതത്തിന് അടിത്തറയാണെന്ന് മാസ്റ്റർ വിശദീകരിച്ചു. 5. വ്യക്തിഗത മൂല്യങ്ങൾ. സത്യസന്ധതയോടും ആത്മാർത്ഥതയോടും പ്രതിബദ്ധതയുള്ള യുവാവായ റോഹൻ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളുമായി ഗ്രാമം പ്രതിധ്വനിച്ചു. ഗുരു അദ്ദീഖ് തൻ്റെ തത്വങ്ങളോടുള്ള റോഹൻ്റെ അചഞ്ചലമായ സമർപ്പണം വിവരിച്ചു. മറ്റുള്ളവരുടെ അംഗീകാരത്തിനായി വ്യക്തിപരമായ മൂല്യങ്ങൾ ത്യജിക്കുന്നത് പൊള്ളയായ അസ്തിത്വത്തിലേക്ക് നയിക്കുമെന്ന് നയനയ്ക്ക് ബോധ്യപ്പെടുത്തി. ഒരാളുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് അയാളുടെ ആധികാരികതയുടെ തെളിവാണെന്ന് മാസ്റ്റർ പ്രഖ്യാപിച്ചു. കഥകൾ ചുരുളഴിയുമ്പോൾ നയന സ്വയം സംരക്ഷണത്തിൻ്റെയും വ്യക്തിഗത സമഗ്രതയുടെയും പഠിപ്പിക്കലുകൾ ഉൾക്കൊണ്ടു. അവളുടെ വ്യക്തിത്വത്തിൽ ഉറച്ചു നിൽക്കാനും സ്വപ്നങ്ങൾ പിന്തുടരാനും ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കാനും ആന്തരിക സമാധാനത്തെ വിലമതിക്കാനും വ്യക്തിപരമായ മൂല്യങ്ങൾ സംരക്ഷിക്കാനും ഗുരു അദ്ദീഖ് അവളെ പ്രോത്സാഹിപ്പിച്ചു. പൂർണ്ണവും ആധികാരികവുമായ ജീവിതത്തിൻ്റെ കാതൽ രൂപപ്പെടുത്തിയ 5 വിശുദ്ധ ഘടകങ്ങളാണ് ഇവയെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ഹൃദയത്തിൽ നന്ദിയോടെ നയന തൻ്റെ ഉള്ളിലെ നിധികൾ സംരക്ഷിക്കാനുള്ള ജ്ഞാനം കൊണ്ട് ആയുധമാക്കി ഗുരു അദ്ദീഖിൻ്റെ സന്നിധി വിട്ടു. അവൾ പുതിയൊരു ലോകത്തിലേക്ക് കടക്കുമ്പോൾ സ്വയം സംരക്ഷണത്തിൻ്റെ ദീപം വഹിച്ചു. അവരുടെ അതുല്യമായ സത്യയെ ബഹുമാനിക്കാൻ മറ്റുള്ളവരെ പ്രചോദിപ്പിച്ചു. If you love to watch this video, you can like, share and subscribe.